നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാൽപ്പാറ അപകടത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിച്ചു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്, എവിടെയാണ് പിഴവുകൾ സംഭവിച്ചതെന്ന കാര്യങ്ങളൊക്കെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്, എവിടെയാണ് പിഴവ് സംഭവിച്ചത് വ്യക്തമായി നോക്കാം. ഡ്രൈവറുടെ പരിചയക്കുറവ് അപകടത്തിന് കാരണമായിട്ടുണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വാഹനം പരിശോധിക്കുകയുണ്ടായി. നമ്മൾ കണ്ട കാഴ്ചയാണ്, 13ാം ഹെയർ പിന്നിൽ നിന്നും 9ാം ഹെയർ പിന്നിലേക്കാണ് ഈ വാഹനം വീണത്. അത്രയും തകർന്ന് തരിപ്പണമായി പോയ വാഹനം, ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ വാഹനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും നടത്തിയ അന്വേഷണത്തിൽ വാഹനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ആശുപത്രിയിലാണ് ഡ്രൈവർ. അപ്പോൾ ഡ്രൈവറുടെ മൊഴിയെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. ഡ്രൈവർ ചികിത്സയിലാണ്. അപ്പോൾ മൊഴിയെടുത്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക്, അതായത് എന്താണ് സംഭവിച്ചത്, അപകടത്തിന് തൊട്ട് മുൻപ് ആ വാഹനത്തിൽ എന്താണ് സംഭവിച്ചത്, അതായത് അപകടത്തിലേക്ക് നയിക്കപ്പെടാൻ പാകത്തിന് എന്താണ് മുന്നിലുണ്ടായിരുന്ന തടസ്സം, എന്ത് കാര്യത്തിലാണ് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് നയിക്കപ്പെട്ടതെന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ആ ഡ്രൈവർ മാത്രമാണ്. അപ്പോൾ ഡ്രൈവറുടെ മൊഴിയാണ് ഏറ്റവും പ്രധാനം. ഡ്രൈവറുടെ മൊഴി എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലായിരിക്കുന്നത്. ഈ മൊഴി കൂടി എടുത്താലേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. വാഹനം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. മെക്കാനിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്. പൂർണ്ണമായും പരിശോധന നടത്താനാകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇപ്പോൾ നിലവിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഡ്രൈവറുടെ പരിചയക്കുറവ് അപകടത്തിന് കാരണമായിട്ടുണ്ടാകാം. മാത്രമല്ല, ഇത് ചുരമാണ്, നമുക്കറിയാം. ഒരുപാട് വളവുകളുള്ള, വളരെ സൂക്ഷിച്ചു പോകേണ്ട ഒരിടമാണ്. അവിടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടി ഓടിക്കുന്നത് പോലെ അല്ല മലയോര മേഖലയിൽ അല്ലെങ്കിൽ ചുരം പോലുള്ള പ്രദേശങ്ങളിൽ വണ്ടി ഓടിക്കേണ്ടത്. ചുരം പോലുള്ള കുത്തനെ ഇറങ്ങുമ്പോൾ ഇറക്കത്തിൽ ഗിയർ ഡൗൺ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത് ഗിയർ ഡൗൺ ചെയ്യാതെ ഇറങ്ങിയതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാം എന്നാണ്. അത്യാവശ്യ സ്പീഡിൽ തന്നെയാണ് ഈ വാഹനം വന്നിട്ടുള്ളത് എന്നാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതും ഒരു കാരണമായേക്കാം എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ചുരം പോലുള്ള ഇടങ്ങളിൽ വളയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം അത് വളയ്ക്കാൻ. അതിൽ അശ്രദ്ധയുണ്ടായിട്ടുണ്ടാകാം. അത്തരത്തിൽ അശ്രദ്ധയുണ്ടാകാൻ എന്താണ് കാരണമായതെന്ന് ചോദ്യം ഉയരുന്നുണ്ട്. തുടർച്ചയായ ഡ്രൈവിങ്ങും, അതായത് നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ, വലിയ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഡ്രൈവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമം വേണ്ടതുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും എടുത്തു പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു തുടർച്ചയായ ഡ്രൈവിങ്ങും ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് ആയിരിക്കുന്നത്. എന്തായാലും ഡ്രൈവറുടെ മൊഴിയിൽ വന്നാൽ മാത്രമേ എന്താണ് അപകടത്തിന് തൊട്ട് മുൻപ് സംഭവിച്ചത്, അല്ലെങ്കിൽ അപകടത്തിലേക്ക് നയിച്ചത് എന്താണ്, ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്താണ് ഉണ്ടായതെന്ന് പറയാൻ ഇനി ഡ്രൈവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിലെ നിഗമനങ്ങൾ, അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ച നിഗമനങ്ങൾ ഇതൊക്കെയാണ്. ഈ ഒരു അന്വേഷണ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം, ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളില്ല. അതായത് എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ, ഇപ്പോൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയവരുണ്ട്, അല്ലെങ്കിൽ അപകടം നടന്ന് അങ്ങോട്ട് കേട്ടിട്ട് അത് കണ്ടിട്ട് ശബ്ദം കേട്ടിട്ട് വന്നവരുണ്ട്. അല്ലാതെ ഇത് കണ്ടു നിന്ന് ആരുമേ ഇല്ല. അതുകൊണ്ട് തന്നെ ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസാണ്. മാത്രമല്ല, ഈ പ്രദേശത്തുനിന്ന് CCTV ഇല്ല എന്നതും ഏറ്റവും വലിയൊരു അപാകതയായി അല്ലെങ്കിൽ ഒരു വീഴ്ചയായിട്ട് മാറുന്നുണ്ട്, ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല, ഈ അപകടം ആരും കണ്ടിട്ടില്ല. വാഹനം അറിഞ്ഞതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃശ്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല, അതായത് ദൃശ്യങ്ങളേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ഈ പ്രദേശത്ത് CCTV ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ വാഹനം അറിയാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ അതും ഒരു വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നതിൽ. പരിമിതികൾ ഒരുപാട് നിൽക്കവേ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയ നിഗമനങ്ങളാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ഡ്രൈവറുടെ ഒരു മൊഴിയിലേക്കാണ്. എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ, എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നത് പറയാൻ ആ വ്യക്തിക്ക് സാധിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന. വാഹനം ഓടിച്ച ആളുടെ മൊഴി എടുക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിലാണ്, അതുകൊണ്ട് മൊഴി എടുക്കാൻ സാധിച്ചിട്ടില്ല. വണ്ടി ഓടിച്ച ആൾക്കും കൂടെയുള്ള മറ്റുള്ളവർക്കും അപകടത്തിലേക്ക് നയിക്കപ്പെടാനുണ്ടായ പ്രതിസന്ധി എന്താണ് എന്നത് അറിയേണ്ടതായിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കൂടി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. പലയിടത്തും സുരക്ഷാ ബാരിക്കേഡുകളുണ്ട്. എന്തായാലും കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഹെയർ പിന്നുകളിൽ
സുരക്ഷാ ബാരിക്കേഡുകൾ ഉണ്ട്, പക്ഷെ ചിലയിടങ്ങളിൽ ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു എല്ലായിടത്തും സുരക്ഷാ ബാരിക്കേഡ് സ്ഥാപിക്കണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ട്രിപ്പുകൾ, നമ്മൾ വളരെ സന്തോഷത്തോടെ പോകുന്ന യാത്രകൾ, വിനോദയാത്രകൾ, പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും കൗതുകമാണ്. പല ഇപ്പോൾ ഹെയർ പിന്നുകളായാലും മറ്റ് കൗതുകമുള്ള സ്ഥലങ്ങളായാലും ഒക്കെ നമുക്ക് അവിടെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ. പക്ഷേ ഈ അപകടം നടന്നു എന്നതിൻ്റെ പേരിൽ അത്തരത്തിലുള്ള യാത്രകൾ മാറ്റിവെക്കുന്ന പലരുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പലതും ഒഴിവാക്കാനാകും. ഇപ്പോൾ ഈ അപകടത്തിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ, ഡ്രൈവറുടെ പരിചയക്കുറവടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർത്തും ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ലോങ് ട്രിപ്പ് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ആവശ്യത്തിന് വിശ്രമം എടുക്കുക, മാത്രമല്ല ഉറങ്ങുക, അതുമാത്രമല്ല ഈ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി പരിചയസമ്പന്നരായ വ്യക്തികളെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒരു യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ എന്നൊരു പാഠവും കൂടി വാൽപ്പാറ അപകടം നമുക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഇത്തരത്തിലുള്ള അപകടമൊന്നും ഇനി ആർക്കും ഒരിടത്തും സംഭവിക്കരുത് എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഈ വളവിൽ വേണ്ട ചില ജാഗ്രതയുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, ജാഗ്രത പുലർത്തിയിട്ടുണ്ടാകില്ല എന്ന നിഗമനവും കൂടി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വാഹനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, വാഹനം ഓക്കെയാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും അപകടം സംബന്ധിച്ച റിപ്പോർട്ട് പൊള്ളാച്ചി RTO തമിഴ്നാട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റ 4 പേരും ചികിത്സയിൽ തുടരുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നൌഷാദ് അലി, മുഹമ്മദ് ഫായിസ് എന്നിവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇരുവരും നിരീക്ഷണത്തിലാണെന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുകയാണെന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിലുള്ള സഹദിൻ മുഹമ്മദിനെ വാർഡിലേക്ക് മാറ്റി. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മസ്നീനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. മസ്നിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ വെള്ളിയാഴ്ച വൈകുന്നേരം 5:20-നാണ് വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു മടങ്ങുന്നതിനിടയിലാണ് ഹെയർപിന്റെ 13-ാം വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9-ാം വളവിലേക്ക് വീണത്. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ സ്ഥലം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.